പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ രാസദ്രാവകമൊഴിച്ച് വികൃതമാക്കി. മുൻ മുഖ്യമന്ത്രി EK നായനാർ, CPM മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, O ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിലാണ് രാസദ്രാവകമൊഴിച്ചത്. ആരാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമായിട്ടില്ല. കോൺഗ്രസ് നേതാക്കളുടെയോ CMP നേതാവ് MV രാഘവന്റെയോ സ്മൃതി കുടീരങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുമില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ ശവകുടീരമാണ് കൂട്ടത്തിൽ ഏറ്റവും അധികം വികൃതമാക്കിയത്. കണ്ണൂർ പയ്യാമ്പലത്തെ CPIM നേതാക്കളുടെ സ്മൃതി കുടീരത്തിലാണ് അതിക്രമം നടന്നിട്ടുള്ളത്. രാസലായനി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്മൃതി കുടീരങ്ങളെല്ലാം വികൃതമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. EK നായനാരുടെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും ചടയൻ ഗോവിന്ദൻ്റെയും O ഭരതൻ്റെയും സ്മൃതി കുടീരങ്ങളിലാണ് അതിക്രമണം നടന്നിട്ടുള്ളത്. എന്തായാലും CPM നേതാക്കളെല്ലാം അതിശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ സംഭവത്തിൽ നടത്തുന്നത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ മുന്നിൽ കൊണ്ടുകൊണ്ട് പോലീസും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ CPM നേതാക്കളുടെ ഇത്തരത്തിൽ സ്മൃതി കുടീരങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ CPIM നേതാക്കളുടെയും അതുപോലെ പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കളെയും എല്ലാം വൈകാരികമായി ബാധിക്കുന്നൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ വളരെയധികം ജാഗ്രത പുലർത്തണം. പ്രകോപിതരാക്കാനുള്ള ഒരു ശ്രമത്തിലും വീണു പോകരുത് എന്നുള്ള നിർദ്ദേശമാണ് CPIM പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും ഇതിൻ്റെ ഭാഗമായി CPM നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി TV രാജേഷും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള MV ജയരാജനും എല്ലാം സ്ഥലത്തെത്തുകയും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. CPM നേതാക്കളുടെ എല്ലാ പ്രതികരണങ്ങളിൽ നിന്നും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള ഇടപെടലുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമല്ല ഇതിൻ്റെ പിന്നിലുള്ളത് എങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ പ്രത്യേകിച്ച് CPIM നേതാക്കളുടെ മാത്രം സ്മൃതി കുടീരങ്ങളിൽ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടാവില്ല. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാംസ്കാരിക നായകന്മാരുടെയും എല്ലാം സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം ഉണ്ടാവുമായിരുന്നു. അതെല്ലാം വികൃതമാക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇത് CPIM നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനകീയരായിട്ടുള്ള CPM നേതാക്കളെ മോശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിൽ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തണമെന്നുള്ള പ്രതികരണങ്ങളാണ് CPIM നേതാക്കൾ നടത്തുന്നത്. പോലീസും അസമാനമായ രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കും. CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതികളെത്താൻ സാധ്യതയുള്ള മറ്റ് വഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസും ശക്തമാക്കുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നടക്കും. കാരണം CPIMൻ്റെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, ജനകീയരായിട്ടുള്ള നേതാക്കൾ, അവരുടെ എല്ലാം വികാരം വളരെയേറെ ഉള്ളിൽ ഏറ്റവും അവസാനമായി മരണപ്പെട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്മൃതി കുടീരം ഉൾപ്പെടെ അതിനകത്ത് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി നിർമ്മിച്ചിട്ടുള്ള ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്തിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിത്രം ഉൾപ്പെടെ വികൃതമാക്കുന്ന ഒരു സാഹചര്യം അത് പ്രവർത്തകരെ സംബന്ധിച്ചുകൊണ്ടും നേതാക്കളെ സംബന്ധിച്ചുകൊണ്ടും പാർട്ടിയെ സംബന്ധിച്ചും വലിയ തോതിൽ വികാരമുള്ള ഒരു സ്മൃതി കുടീരങ്ങളാണ് ഇവ ഓരോന്നും. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. കൃത്യമായ രീതിയിൽ പ്രതികളെ പിടിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായി എന്നത് അത്യന്തം ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്. കൃത്യമായ രീതിയിലുള്ള പരിശോധന അന്വേഷണം നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. CPIയും പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്ക് CPIMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുപേഷിക്കൊപ്പം കണ്ണൂർ പയ്യാമ്പലത്ത് നിന്നും റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ.